സ്നേഹനിധിയായ ഈശോയെ, ഇന്ന് ഈ സമയം ഞങ്ങൾക്കായി ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു കൊണ്ട് തമ്പുരാനെ. വ്യത്യസ്ത ഭവനങ്ങളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ഞങ്ങളിരുന്ന് നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങൾക്കായി ഒരുക്കിയ ദിവസത്തിനായി നന്ദി പറയുന്നു കൊണ്ട് തമ്പുരാനെ. ഞങ്ങളുടെ സകല അവസ്ഥകളും അറിയുന്ന പോലെ തമ്പുരാനെ, ഞങ്ങൾ ഇരിക്കുന്നതും നടക്കുന്നതും നിന്റെ വഴികളിലൂടെ അല്ലാതെ ചരിച്ച സമയങ്ങളും എല്ലാം നിനക്കറിയാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, 34-ാം അധ്യായം 15-ാം വാക്യം. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും, ഞാൻ അവർക്ക് വിശ്രമസ്ഥലം നൽകും. ഹല്ലേലൂയ. നമ്മൾ പാപത്തിൻ്റെ വഴികളിലൂടെ ചരിച്ചു, തെറ്റായ മാർഗങ്ങളിലൂടെ ചരിച്ചു. നമ്മുടെ സംസാരം കൊണ്ടും നോട്ടം കൊണ്ടും ബുദ്ധി കൊണ്ടും എല്ലാവരും പലരും വേദനിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈശോ നമ്മളോട് പറയുകയാണ്, ഞാൻ തന്നെ എൻ്റെ ആടുകളെ മേയ്ക്കും. നമ്മൾ അവൻ്റെ ആടുകളാണ്. ആ നല്ല ഇടയൻ നമ്മളെ മേയ്ക്കും. വീണ്ടും എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായം 10-ാം വാക്യം പറയാണ്. അതിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് കിടക്കുന്നത്, അനുതപിച്ചാൽ ജീവിക്കുമെന്ന്. ഇസ്രായേൽ ഭവനത്തോട് പറയുക, ഞങ്ങളുടെ അതിക്രമങ്ങളും പാപങ്ങളും ഞങ്ങളുടെ മേലുണ്ട്, അവ മൂലം ഞങ്ങൾ ക്ഷയിച്ചു പോകുന്നു. ഞങ്ങൾക്കെങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ പറഞ്ഞു. അവിടുന്ന് ദൈവം പറയുകയാണ്, അവരോട് പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനാണ് ദുഷ്ടൻ മരിക്കുന്നതിലല്ല, അവൻ ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു ജീവിക്കുന്നതിലാണ് എനിക്ക് സന്തോഷമെന്ന്. ഹല്ലേലൂയ. ദുഷ്ടമാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അവൻ ജീവിക്കുന്നതിലാണ് യേശു സന്തോഷിക്കുന്നത്. നമുക്ക് തിരിച്ചു വരാം പൊന്നു മക്കളെ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയാം. ഒന്നുമില്ലാത്ത എന്നെ അവൻ നടത്തിയില്ലേ? സന്തോഷത്തെ ഒന്ന് പറഞ്ഞ്, ഈശോയെ, ഞങ്ങളിതാ തിരിച്ചു വരുന്നു. നിന്നിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ 10 ഇരട്ടി തീഷ്ണതയോടെ ഞങ്ങളതാ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന പൊന്നു തമ്പുരാനെ. ഞങ്ങളുടെ അവസ്ഥകൾ മുഴുവൻ അറിയുന്ന പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അറിയുന്ന പൊന്നു തമ്പുരാനെ, നിന്റെ മുന്നിൽ ഇതാ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഈശോയെ, ജോബ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ കേൾക്കുക, ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരത്തേക്ക് ചിന്തിക്കുക എന്ന്. ജോബ് 37:14 പറയുന്നത്. ദൈവത്തിന്റെ അത്ഭുതങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കുക. ഒന്ന് ചിന്തിച്ച് പ്രിയ സഹോദരങ്ങളെ, ദൈവം നിന്റെ മേൽ ചുരിഞ്ഞ കൃപകളെ ഓർത്ത്, ദൈവം നിന്നോട് കാണിച്ച കരുണയെ ഓർത്ത് അല്പനേരം ഒന്ന് ചിന്തിച്ച്. നീ എവിടേക്കോ വീണു പോകേണ്ടതല്ലായിരുന്നു, എന്നിട്ടും ദൈവം നിന്നെ കാത്തു പരിപാലിച്ചില്ലേ? നിന്നെ സകലരും തള്ളിപ്പറഞ്ഞപ്പോഴും ദൈവം നിന്റെ കൂടെ നടത്തിയില്ലേ? ദൈവം കൊണ്ട് നടന്നില്ലേ? ദൈവം നിന്നെ തളരാൻ അനുവദിച്ചിട്ടുണ്ടോ? നീയല്ലേ ദൈവത്തിന്റെ കരം വിട്ട്, യേശുവിന്റെ കരം വിട്ട് നീയല്ലേ ഓടിപ്പോയത്? അവൻ എന്നിട്ടും നിന്നെ കൂടെ ചേർത്ത് നിർത്താൻ ശ്രമിച്ചില്ലേ? നീയല്ലേ അവനെ മറുധരിച്ചത്? അതെ, ഒന്ന് ചിന്തിക്ക് പ്രിയ സഹോദരങ്ങളെ. എന്നിട്ട് ജോബ് വീണ്ടും പറയുകയാണ് 42:5, അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എന്നാൽ ഇപ്പോൾ എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണുന്നു. ഹല്ലേലൂയ. അതെ, നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഏത് അവസ്ഥയിലായിരുന്നു നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്? ഏത് അവസ്ഥയിലാണ്? ഒരുപാട് മക്കൾ ഇവിടുന്ന് പോയി, ജോലി നഷ്ടപ്പെട്ടു. എന്നിട്ട് പ്രിയ സഹോദരങ്ങളെ, നീ ഇപ്പോഴും തളരാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, നീ ഇപ്പോഴും വീഴാതെ നിൽക്കുന്നുണ്ടെങ്കിൽ, അവന്റെ കരുതലാണ്, അവൻ നിന്നോട് കാണിക്കുന്ന കരുണയാണ്.
ആ നല്ല ദൈവത്തെ നമുക്കൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, യേശുവേ, നീ കടന്നു വരണമേ. ഞങ്ങളുടെ നൊമ്പരങ്ങളും വേദനകളും ഇറക്കി വെക്കുകയാണ്. ഞങ്ങളിതാ സ്വതന്ത്രമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിന്നുകൊണ്ട് ദൈവമേ സകലത്തും താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളെ നീ ഒരുക്കണമേ. ദൈവമേ, ഞങ്ങളുടെ കണ്ണുകൾ നിന്നെ കാണുവാൻ, ഞങ്ങളുടെ കാതുകൾ നിന്നെ കേൾക്കുവാൻ, ദൈവമേ നിന്നെ ഒന്ന് കാണുവാൻ, നിന്റെ സ്നേഹം ഒന്ന് അനുഭവിക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ നീ ഒരുക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, സ്തോത്രം ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല പൊന്നുതമ്പുരാനെ. നീ മാത്രമാണ് ഞങ്ങൾക്ക് സകലതും. നീ അല്ലാതെ ഞങ്ങൾക്ക് ഒന്നുമില്ല. ദൈവമേ, ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ നീ ചിന്തിക്കുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഞങ്ങളും ചിന്തിക്കുന്നില്ല പൊന്നുതമ്പുരാനെ. ഞങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരാൻ, ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കടന്നു വരുവാൻ, ഞങ്ങളുടെ പാപങ്ങളും പാപ സാഹചര്യങ്ങളും വെറുത്തുപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ദൈവമേ നിന്റെ കരം പിടിച്ച് നടക്കുവാൻ, ദൈവമേ നിന്നോട് കൂടെ ആയിരിക്കുവാൻ, നിന്റെ സന്നിധിയിൽ തീക്ഷ്ണമായി നിൽക്കുവാൻ, ദൈവമേ നിനക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ, ദൈവമേ ബലപ്പെടുവാൻ, ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറഞ്ഞു നിൽക്കുവാൻ, പ്രാർത്ഥനാ ചൈതന്യമുള്ള മക്കളാകുവാൻ, പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുകൾ സംഭവിക്കുവാൻ, ദൈവമേ പ്രാർത്ഥന കേൾക്കുന്ന മക്കളാകാതെ പ്രാർത്ഥിക്കുന്നത് യേശുവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മക്കളാകുവാൻ ദൈവമേ ഞങ്ങളെ നീ ഒരുക്കണമേ, ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഏലിയ പ്രാർത്ഥിച്ചതുപോലെ അവൻ താഴ്ന്ന് മുട്ടിന്മേൽ ഇരുന്ന് തല മടക്കി മുട്ടിനോട് ചേർത്തി. ദൈവമേ, ഏലിയ നമ്മെ പോലൊരു മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സന്നിധിയിൽ. അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. ദൈവമേ, അങ്ങനെയാണെങ്കിൽ ദൈവമേ ഞങ്ങളുടെ കഷ്ടതകളും എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറും. ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഞങ്ങളുടെ മേൽ കടന്നു വരേണ്ട എല്ലാ തീക്ഷ്ണമായ അവസ്ഥകളും എടുത്തു മാറ്റി, പാപ സാഹചര്യങ്ങൾ എടുത്തു മാറ്റി ഞങ്ങളെ സ്വതന്ത്രമാക്കണമേ. നീ ഏറ്റെടുക്കണമേ പൊന്നു തമ്പുരാനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, അതേ യേശുവേ, ഒന്നുമില്ലാത്ത എന്നെ നീ കൈപിടിച്ച് നടത്തുന്നല്ലോ യേശുവേ. എന്തുണ്ട് എൻ്റെ കയ്യിൽ ദൈവമേ നിനക്ക് തരുവാൻ? ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. നീ ദാനമായി തന്നത് മാത്രം. നീ എന്നിട്ടും ഞങ്ങളെ കരം പിടിച്ചു നടത്തുന്നല്ലോ ദൈവമേ. ഞങ്ങളിതാ നിന്റെ സന്നിധിയിൽ കരതാഴ്ന്നു നിൽക്കുകയാണ് പൊന്നു തമ്പുരാനെ. ഞങ്ങളെ നീ അനാഥരായി വിടരുതേ പൊന്നു തമ്പുരാനെ. ദൈവമേ, നിന്റെ കൃപ ഞങ്ങളുടെ മേൽ വർഷിക്കണം. ദൈവമേ, നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണം. ഞങ്ങൾ ഓരോ മക്കളുടെ മേലും ഈ കൂട്ടായ്മയുടെ മേലും നിന്റെ കരുണ വർഷിക്കണം. ദൈവമേ, നിനക്ക് വേണ്ടി ജീവിക്കുന്ന മക്കളാകുവാൻ, നിനക്ക് വേണ്ടി സാക്ഷികളാകുവാൻ ഞങ്ങളെ നീ ഒരുക്കണമേ, ബലപ്പെടുത്തണമേ. സകലത്തും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും? എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും? എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 73:25 ഇങ്ങനെ പറയുന്നു: സ്വർഗത്തിൽ അങ്ങേ അല്ലാതെ ആരാണ് എനിക്കുള്ളത്?
ഭൂമിയിലും അങ്ങേ അല്ലാതെ ഞാൻ ആരെയും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. അതെ, സ്വർഗത്തിലും ഭൂമിയിലും അങ്ങ് മാത്രം സർവശക്തൻ. യേശുവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിൽ ഞങ്ങളായിരിക്കണം. മോശ കൽപ്പനകൾ മേടിക്കാൻ വേണ്ടി മലയിലേക്ക് കയറിപ്പോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മലയുടെ കീഴെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം പറഞ്ഞു, മോശ പോയി. അവരവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണങ്ങളും എല്ലാം എടുത്ത് ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. അതാണ് അവരുടെ ദൈവം എന്ന് പറഞ്ഞ് അവരതിനെ ആരാധിക്കാൻ തുടങ്ങി. യേശു അപ്പോൾ മോശയോട് പറഞ്ഞു, ഞാൻ എൻ്റെ അഗ്നി ഇറക്കി അവരെ ദഹിപ്പിക്കാൻ പോവുകയാണെന്ന്. മോശ യേശുവിന്റെ മുന്നിൽ തടസ്സം നിന്നു. ഒന്ന് ഓർക്കണമേ പ്രിയജനമേ, ഞാൻ നിന്നെ ആ മലയോട് ചേർത്തി നിർത്താം. ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ എൻ്റെ ശോഭ നീ കണ്ടാൽ മതി എന്ന് പറഞ്ഞ യേശു. പക്ഷെ മോശ ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി തടസ്സം നിൽക്കുകയാണ്. അതുപോലെ നമ്മളും ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രാർത്ഥനാ നിയോഗത്തോടു കൂടി നിൽക്കുവാൻ അബ്രാഹാം നിന്നതുപോലെ സോദോം ഗോമോറ നശിപ്പിക്കാൻ പോകുന്ന യേശുവിന്റെ മുന്നിൽ അബ്രാഹാം നിന്നു. ആ തീഷ്ണത അവിടുന്ന് അവസാനിപ്പിച്ച് യേശു അതിനെ നശിപ്പിക്കാതെ പോയി. 50 പേര് 45 പേര് ഒരു വലിയൊരു സംസാരം നടന്നു അവിടെ. വീണ്ടും യേശു ആ ദേശത്തുള്ളവർക്ക് മാറ്റം സംഭവിക്കാതെ വന്നപ്പോഴാണ് സോദോം ഗോമോറ നശിപ്പിച്ചത്. നമ്മളും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി, എനിക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടി തീഷ്ണമായി ദൈവത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവനിൽ നിന്ന് കൃപകൾ വാങ്ങുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട് പൊന്നു സഹോദരങ്ങളെ? നമ്മളൊന്ന് തീഷ്ണമായി നിൽക്കുവാൻ, വെറുതെ നിൽക്കുവാനല്ല, വെറുതെ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുവാനല്ല, പ്രാർത്ഥിച്ച് കൃപ നേടുവാൻ, അവന്റെ ആവശ്യങ്ങളുടെ മേൽ വലിയ വിടുതൽ അയക്കുവാൻ. ദൈവമേ, അബ്രഹാം നിന്നതുപോലെ, മോശ നിന്നതുപോലെ ഒന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ. യേശു അപ്പച്ചാ, ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു ആ മകന് വേണ്ടി, അവന്റെ മേലൊരു വിടുതൽ അയക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുവാൻ, തീഷ്ണമായി നിൽക്കുവാൻ. ദൈവമേ, അതിന് നിന്റെ കൃപ മതി ഞങ്ങൾക്ക്. നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം മതി ഞങ്ങൾക്ക്. നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തിൽ നിന്നുകൊണ്ട്, അതെ, ഏലിയായിൽ നിന്ന് എലീശായിലേക്ക് പകർന്നത്, ഇരട്ടി അഭിഷേകം പകർന്നതുപോലെ ദൈവമേ, ഞങ്ങളുടെ മക്കളുടെ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളുടെ മേലും നിന്റെ അഭിഷേകം ഇപ്പോൾ ഒഴുകിയിറങ്ങണം. ആത്മാവിന്റെ അഭിഷേകം, വാഗ്ദാന പേടകത്തിന്റെ മേൽ ശക്തിയായി ഇറങ്ങിയിരുന്ന ആ അഭിഷേകം ഇപ്പോൾ ഞങ്ങളുടെ ഓരോ മക്കളുടെ മേലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒഴുകി ഇറങ്ങി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഞങ്ങൾ നിന്ന് പ്രാർത്ഥിക്കുന്നവരാകുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകുവാൻ, ദൈവമേ തീഷ്ണമായി നിൽക്കുവാൻ, ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ദൈവമേ, ഞങ്ങൾ ലോകത്തിന് വേണ്ടിയല്ല, യേശുവേ നിനക്ക് വേണ്ടി നിൽക്കുന്ന മക്കളാകുവാൻ, നിനക്ക് വേണ്ടി സാക്ഷികളാകുവാൻ ദൈവമേ ഞങ്ങളെ നീ ഒരുക്കണമേ, ഒരുക്കണമേ. നിന്റെ അഭിഷേകം വേണം ദൈവമേ. ദൈവമേ, നിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങണം. ആത്മാവിന്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങണം. ആ പെന്തക്കോസ്ത് നാളിലെ സിഹിയോൻ മാളികയിലെ നിന്റെ അഗ്നി ഇറങ്ങിയെങ്കിൽ ഇന്ന് ഞങ്ങൾ ഓരോ വ്യത്യസ്ത ഭവനങ്ങളിലും നിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങി, ആത്മാവിന്റെ നിറവിൽ നിന്നുകൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിന്നുകൊണ്ട് ദൈവമേ റുഹായെ നിന്റെ കൃപയൊഴുകിക്കൊണ്ട് ഞങ്ങളെ നീ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ കരങ്ങളിലെ, അവന്റെ സന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ കടന്നു വരണമേ, റുഹായെ കടന്നു വരണമേ, അബാ പിതാവേ നീ കടന്നു വരണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങുവാൻ, നിന്റെ അഭിഷേകം ഒഴുകിയിറങ്ങാൻ, അഭിഷേകം ഒഴുകിയിറങ്ങാൻ, ത്രിയാത്മാവേ ഞങ്ങളുടെ മേൽ ഒഴുകിയിറങ്ങുവാൻ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ, ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഓരോ മക്കളുടെ മേലും വ്യാപരിക്കുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് മുട്ടോളം പോരെന്നാഥ,
അരയോളം പോരാ. നിന്റെ പരിശുദ്ധാത്മാവിന്റെ തീഷ്ണതയിൽ ഞങ്ങൾ നീതി തുടിക്കുവാൻ, ആത്മാവിന്റെ നിറവിൽ ഞങ്ങൾ നിൽക്കുവാൻ. അതെ, ഞങ്ങൾ നിറവിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിൽക്കുവാൻ, ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് ഞങ്ങൾ നിറയുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധാത്മാവേ, നന്ദി. നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ചത്, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താൽ നിറച്ചതിന് നന്ദി പറയുന്നു. ദൈവമേ, എന്നും ഞങ്ങൾ ഈ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ, പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ഓരോ നിമിഷവും അനുനിമിഷവും ഞങ്ങളെ നയിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീഷ്ണതയിൽ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിരുന്നത് പോലെ ഞങ്ങളുടെ ഓരോ കൂട്ടായ്മകളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവിൽ നിന്നുകൊണ്ട് തീഷ്ണമായി ജ്വലിക്കുന്ന മക്കളായി നിൽക്കുവാനുള്ള കൃപ, അത് ഒരിക്കലും നഷ്ടപ്പെടാതെ തീഷ്ണമായി കത്തിജ്വലിച്ച് നിൽക്കുവാൻ ദൈവമേ ഞങ്ങളെ ഒരുക്കണമേ. നിന്റെ വചനം ഞങ്ങളിൽ 100 മേനി ഫലം തരുവാൻ ദൈവമേ ഞങ്ങളെ നീ രാത്രി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, ചിത്രം തന്നതിനായ സ്തോത്രം. സകലതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നെ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ.